ഞാൻ താങ്കളിലേക്ക് വരെ ഇപ്പോൾ ശ്രീ എം ആരിഫ് എം പി കൂടി ടെലിഫോൺ ലൈനിലുണ്ട്. ശ്രീ എം ആരിഫ്, ഇപ്പോൾ കോൺഗ്രസ് വ്യക്തത വരുത്തുകയാണ്. രാഷ്ട്രീയ ആയുധമാക്കി അയോധ്യ ക്ഷേത്രത്തെയും അതിൻ്റെ പ്രാണപ്രതിഷ്ഠാ ചടങ്ങിനെയും BJP മാറ്റുന്നു, RSSും മാറ്റുന്നു. വിശ്വാസം എന്നത് വ്യക്തിപരമായ കാര്യമാണ്. ലക്ഷക്കണക്കിന് ആളുകളുടെ വിശ്വാസത്തിൻ്റെ ഭാഗമാണ് ശ്രീരാമൻ. അതൊക്കെ അവിടെ നിൽക്കുമ്പോഴും ഇത്തരത്തിൽ പ്രയോജനപ്പെടുത്തേണ്ട ഒന്നല്ല രാമക്ഷേത്രം. അതുകൊണ്ട് തന്നെ ഈ ചടങ്ങിൽ നിന്ന് വിട്ടുനിൽക്കുന്നു എന്നുള്ളതാണ്. അതിൽ ഒരു വ്യക്തതക്കുറവോ എന്തെങ്കിലും താങ്കൾക്ക് തോന്നുന്നുണ്ടോ? അത് വ്യക്തമായൊരു നിലപാടാണോ? അല്ല, ഇക്കാര്യത്തിൽ കോൺഗ്രസ് ഇപ്പോൾ എടുത്തിട്ടുള്ള തീരുമാനം പൊതുവെ സ്വാഗതാർഹമാണ്. പക്ഷേ സംഘടന എന്ന നിലയിൽ കോൺഗ്രസ് എടുത്തിട്ടുള്ള തീരുമാനം അതിന്റെ അണികളെ കൊണ്ട് അത് നടപ്പിലാക്കിക്കാനുള്ള സംഘടനാപരമായ കരുത്ത് കോൺഗ്രസിനുണ്ടോ എന്ന് എനിക്ക് സംശയമാണ്. നേരത്തെ ഇവിടെ പരാമർശിച്ചതുപോലെ തന്നെ വിവിധ കോൺഗ്രസിന്റെ തലങ്ങളിലുള്ള നേതാക്കന്മാർ, ഹിമാചൽ മുഖ്യമന്ത്രി, അതുപോലെ കമൽനാഥ്, DK ശിവകുമാർ, ഇങ്ങനെ ദിഗ്വിജയ് സിംഗ്, അങ്ങനെ ഒട്ടേറെ നേതാക്കന്മാർ അവിടെ പങ്കെടുക്കുമെന്ന് വ്യക്തമായ സൂചനയാണ് നൽകിയത്. അപ്പൊ അവർക്ക് അവരുടെ ഇഷ്ടപ്രകാരം പങ്കെടുക്കാനുള്ള സ്വാതന്ത്ര്യം അനുവദിച്ചു കൊടുത്തുകൊണ്ടുള്ള തീരുമാനമാണോ, അതോ ഇത് കോൺഗ്രസ് ഹൈക്കമാൻഡ് എടുത്തിട്ടുള്ള തീരുമാനം എല്ലാവർക്കും ഒരുപോലെ ബാധകമാണോ? വിട്ടുനിൽക്കാൻ വ്യക്തികൾ എന്ന നിലയിൽ അവർക്ക് പങ്കെടുക്കാം എന്ന ക്ലോസ് വല്ല ഇതിനകത്തുണ്ടോ ഇല്ലയോ എന്ന് വ്യക്തമല്ല. അങ്ങനെ അതിനകത്ത് വ്യക്തത വരുത്തേണ്ടതായിട്ടുണ്ട്. വ്യക്തത വരുത്തിയാലേ ഇങ്ങനെയുള്ള ഒരു തീരുമാനം ഇത് രാഷ്ട്രീയമായ ആയുധമാക്കുകയാണ് എന്ന് സുവ്യക്തമായി പറയണം. ഇന്ത്യ മുന്നണിയുടെ ജയറാം സ്റ്റേറ്റ്മെന്റ് വായിക്കുമ്പോഴും അങ്ങനെ ഒരു ആശയക്കുഴപ്പം എനിക്കും തോന്നുന്നുണ്ട്. അത് ഒരുപക്ഷെ വായിച്ചതിന്റെ മിസ്റ്റേക്ക് ആണോ എന്നറിയില്ല. കാരണം കൃത്യമായി മല്ലികാർജുൻ ഖാർഗെ, ആദിർ രഞ്ജൻ ചൗധരി, സോണിയാഗാന്ധി എന്നിവർക്ക് ഇൻവിറ്റേഷൻ ലഭിച്ചു. ഇവർ അത് റിജക്റ്റ് ചെയ്യുന്നു, ഡിക്ലൈൻ ചെയ്യുന്നു എന്നതാണ് ഇതിൽ പറയുന്നത്. അതിനെ രാഷ്ട്രീയ ആയുധമാക്കുന്നതിനോട് യോജിപ്പില്ല എന്നാണ് പറയുന്നത്. ഇത് എല്ലാ പാർട്ടി നേതാക്കളും അനുസരിക്കണം ആയുധമാക്കി മാറ്റുകയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. രാഷ്ട്രീയമായ മുദ്രാവാക്യം തന്നെയായിരുന്നു. BJP എക്കാലത്തും അവരുടെ പ്രകടന പത്രികയിൽ എഴുതി ചേർത്ത മുദ്രാവാക്യമായിരുന്നു രാമക്ഷേത്രം നിർമ്മിക്കുക എന്ന് പറഞ്ഞാൽ. അപ്പൊ അത് രാഷ്ട്രീയ ആയുധമാക്കി അതിനുവേണ്ടിയായിരുന്നു BJP, നമ്മുടെ രാജ്യത്തിന്റെ പ്രധാനപ്പെട്ട BJP നേതാക്കന്മാർ, MP മാർ, അതുപോലെ മന്ത്രിമാർ, ഈ തലങ്ങളിലൊക്കെ പ്രവർത്തിച്ച ആളുകൾ തന്നെയാണ് സോമനാഥ ക്ഷേത്രത്തിൽ നിന്ന് രഥയാത്ര ആരംഭിച്ചത്. അതുപോലെ വിവിധ സന്ദർഭങ്ങളിലെല്ലാം ഇതിന് നേതൃത്വം കൊടുത്തു. എല്ലാം രാഷ്ട്രീയമായ നേതൃത്വമാണ്, അല്ലാതെ ഏതെങ്കിലും മറ്റ് ഹൈന്ദവ മതവിശ്വാസികൾ എന്നതിനപ്പുറമായി ഒരു രാഷ്ട്രീയമായ ലക്ഷ്യം നിറവേറ്റി കഴിഞ്ഞിരിക്കുന്നു എന്നതിന്റെ ആഘോഷമാക്കി മാറ്റാനും അത് തെരഞ്ഞെടുപ്പിൽ വോട്ട് പിടിക്കാനും വേണ്ടി ഉപയോഗിക്കുന്നത് മനസ്സിലാക്കിക്കൊണ്ടാണ് മറ്റു പാർട്ടികളെല്ലാം, ഏറെക്കുറെ എല്ലാ പാർട്ടികളും തന്നെ സുവ്യക്തമായി ഇതിൽ നിന്ന് വിട്ടുനിൽക്കാൻ തീരുമാനിച്ചിട്ടുള്ളത്. അക്കാര്യത്തിൽ കോൺഗ്രസ് വളരെ കോൺഗ്രസിന്റെ ഔദ്യോഗിക പദവികൾ വഹിക്കുന്നവർ, പ്രമുഖരായ നേതാക്കൾ, അവരെ ഈ ചടങ്ങിൽ പങ്കെടുപ്പിക്കാതിരിക്കാൻ കോൺഗ്രസിന് സാധിക്കുമോ എന്നുള്ളതല്ലേ? വളരെ ഇപ്പോഴും എനിക്ക് അക്കാര്യത്തിൽ ആശങ്കയുണ്ട്. താങ്കൾ ഈ അണികൾ എന്ന് പറഞ്ഞത് കൊണ്ടാണ് ഞാനത് ആവർത്തിച്ച് ചോദിച്ചത്. അണികളിൽ വിശ്വാസമുള്ളവരും ഇല്ലാത്തവരും ഒക്കെ പ്രഖ്യാപിച്ചവരെ അടക്കം പിന്തിരിപ്പിക്കാൻ കോൺഗ്രസിന്റെ സംഘടനാ നേതൃത്വം കഴിയുമോ എന്നതാണ് പ്രസക്തമായ ചോദ്യം. അല്ല, അണികൾ സ്വാഭാവികമായും പങ്കെടുക്കാൻ സാധ്യതയുണ്ടല്ലോ. നേതാക്കൾ സ്വാഭാവികമായും എല്ലാ രാഷ്ട്രീയ പാർട്ടികളിലും പെട്ടവരിൽ നിരവധി വിശ്വാസികളുണ്ട്. കോൺഗ്രസിൽ അത് കൂടുതൽ. കോൺഗ്രസിന് അത്തരത്തിലുള്ള വിശ്വാസികളെ വിലക്കുന്ന ഒരു സമീപനമൊന്നുമില്ലല്ലോ. ഞാൻ പറഞ്ഞു വരുന്നത് കോൺഗ്രസിന്റെ ലോവർ ലെവലിലുള്ള ഇപ്പോ അവരുടെ എണ്ണപ്പെട്ട നേതാക്കന്മാർ, PCC, അതുപോലെ തന്നെ ഭാരവാഹികളായിട്ടുള്ള ബ്ലോക്ക് തലം വരെയുള്ള ഭാരവാഹികൾ, ഇങ്ങനെയുള്ള ആളുകളെങ്കിലും കുറഞ്ഞ പക്ഷം ഈ കോൺഗ്രസിന്റെ സംഘടനാ തീരുമാനം നടപ്പിലാക്കാൻ ബാധ്യസ്ഥരാണ്. അത് അവരെ കൊണ്ട് എടുപ്പിക്കാനുള്ള സംഘടനാ കരുത്ത് കോൺഗ്രസിനുണ്ടോ എന്ന കാര്യത്തിൽ എനിക്ക് സംശയമാണ്.